വിളിക്കാൻ. ഓ എന്നെ കിടന്ന് വിളിക്കാനല്ല പറഞ്ഞത്. ഇടി ആ മനുവിനെ വിളിക്കടി. ഞാനിപ്പോ എന്തിനാ മനുവിനെ വിളിക്കുന്നേ? എന്ത് നീ 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 എന്തിനാ 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 വിളിക്കുന്നോ? ഇടി പഠിക്കാൻ വിട്ട സമയത്ത് പഠിക്കണായിരുന്നു. കണ്ട ചെറുക്കന്മാരെ പ്രേമിച്ച് നടന്നാലേ ഇത് എങ്ങനെ ഇരിക്കും? പഠിക്കാൻ വിട്ടത് അമ്മയായിരിക്കും, പക്ഷെ ഫീസ് എന്നെ പഠിപ്പിച്ചത് മനുവാ. അതൊക്കെ അങ്ങ് പണ്ട്. ഇപ്പൊ അവന്റെ കയ്യിൽ 5 പൈസ ഉണ്ടാ? ഇല്ല, അതെല്ലാം മേടിച്ചെടുക്കാൻ പറഞ്ഞതും അമ്മയല്ലയോ. അപ്പൊ നിനക്ക് അറിയാതൊക്കെ ഇല്ലാന്നുള്ളത്. എന്നാ പിന്നെ അവനങ്ങ് ഒഴിവാക്കിക്കൂടെ? എന്നിട്ട് ഞാൻ എന്തോ ചെയ്യുന്ന കൊണ്ടൊന്ന് പറഞ്ഞാട്ടെ. അതിന്റെ അല്ല മോളെ, നാളെ ഒരു കല്യാണ ചെറുക്കൻ കാണാൻ വരുന്നത്. ഇടി അവൾ അല്ലറച്ചിലക്കാരനല്ല. മാസേ 1 ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്നത്. എത്ര? 1 ലക്ഷം. ദും 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 നാദം 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 ദും 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 നാദം നാദം നാദം. നിനക്ക് വയ്യടി? സന്തോഷം കൊണ്ടാമേ. എന്നാ പിന്നെ മനുവിനെ വിളിക്കല്ലേ? വിളിക്കടി. അവനെ വിളിച്ച് നല്ലൊരു തേപ്പ് അങ്ങോട്ട് കൊടുക്ക്. ഹലോ, ഞാനല്ല 3 വർഷം നമ്മളെയോ മനു റേഞ്ചില്ല, കട്ട് ചെയ്തിട്ട് ഞാൻ ഒന്നുകൂടെ വിളിക്കാവേ. റേഞ്ച് ഇല്ലാത്തല്ല, അമ്മൂന്റെ മനു ഏങ്ങുവാ. എന്തിനാ അമ്മുന്റെ മനു ഏങ്ങണേ? എങ്ങനെ ഏങ്ങാതിരിക്കും? നമ്മുടെ കാര്യം പറഞ്ഞോടി വീട്ടിൽ പറഞ്ഞു. നടക്കൂല മനു, നമുക്ക് പിരിയാ. അമ്മ എന്തോ പറഞ്ഞേ? അമ്മ ഒന്നും പറഞ്ഞില്ല, ഇവിടെ ഒന്ന് ആക്ഷൻ കാണിക്കുവാ. അതല്ല, അമ്മ എന്തോ പറഞ്ഞേ? പിരിയാം മനു, പിരിയാം. ഈ ജന്മം അല്ലെങ്കിലും അടുത്ത ജന്മം നമുക്ക് ആ ബുർജ് ഖലീഫയുടെ ഉയരങ്ങളിൽ ഒന്നിക്കാം. എന്നാലും എന്റെ പൈസ വലിപ്പിക്കുന്ന സ്വപ്നമേ നീ കാണുമല്ലേടി? അങ്ങനൊന്നും പറയല്ലേ മനു. നമ്മുടെ കല്യാണം നടത്തി തരണമെന്ന് പറഞ്ഞത് പിന്നെ അമ്മ ഇവിടെ തളർന്നു വീണ് കിടപ്പാ. 1 മിനിറ്റ്, 1 മിനിറ്റ് മനു. വീഡിയോ കോൾ അല്ലേ ഇത്? ഓവറാക്ഷൻ കാണിച്ചോ എനിക്കോട്ട് മനു. എന്തൊക്കെ പറഞ്ഞാലും കുഴപ്പമില്ല, ഞാൻ ഇന്ന് വരും, നീ എന്റെ കൂടെ ഇറങ്ങി വരണം. അങ്ങനൊക്കെ പറഞ്ഞാ ചെലപ്പോ ഞാൻ നീ ആദ്യം ആ തത്തക്കൂടിന്റെ അടുത്ത് അങ്ങ് മാറുവോ? ഭയങ്കര അരോചകം. മനു മനു, അയ്യോ അമ്മേ, അമ്മ ഫോൺ തട്ടിപ്പറിക്കല്ലേ അമ്മ. അമ്മ മനുവിനോട് ഞാൻ 2 വാക്ക് പറഞ്ഞു. അമ്മ അടിക്കല്ലേ അമ്മ, എന്നെ അടിക്കല്ലേ അമ്മ. അമ്മ അയ്യോ മനു, അമ്മ ഫോൺ തട്ടിപ്പറിക്കുന്നു. മനു 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 മനു. തളർന്ന് കിടക്കുന്ന തള്ള എങ്ങനെയാണ് ഈ ഫോണ് തട്ടിപ്പറിക്കുന്നേ? ഓ, അപ്പൊ എന്നെ വിശ്വാസം ഇല്ലല്ലേ? ലെറ്റ്സ് ബ്രേക്ക് അപ്പ്. എങ്ങനെയുണ്ട്? അമ്മ വേലി ചാടുമ്പോ മോള് കുറഞ്ഞതൊരു ഇന്ത്യ ഗേറ്റെങ്കിലും ചാടണ്ടായി അമ്മേ. ആദ്യം നാളെ എന്നെ കാണാൻ വരുന്ന പയ്യൻ വെളുപ്പിന് ഒരു 5-5:30 ആകുമ്പോ വരുമായിരിക്കും അല്ലയോ? പിന്നെ അവനോട് പത്രമിടാൻ വേണ്ടി വരുവാണല്ലോ. ഒരുങ്ങാൻ സമയം കിട്ടണം. അല്ലമ്മേ, അവര് വരുമ്പോ ഞാൻ എന്താ ഇടേണ്ടത്? സാരി ഉടുക്കണോ അതോ ചുരിദാർ ഇടണോ? അമ്മയുടെ അഭിപ്രായത്തിൽ ഞാൻ എന്താ ഇടേണ്ടത്? നീ എന്തേലൊക്കെ ഒന്ന് ഇട്ടാ മതി. മണി എത്രയാ നോക്ക്? അയ്യോ 10 മണിയായി. മനു ഇപ്പൊ വീഡിയോ കോൾ വിളിക്കും. എന്തോന്നേ? അല്ല, ഇന്നലെ പറഞ്ഞതിന്റെ ഓർമ്മയിൽ വന്നു. കിടന്നുറങ്ങടി. ഉറക്കം വരണ്ടേ? കിടന്നുറങ്ങടി. ഉറക്കം വരുന്നില്ലെന്ന്. ഇടി കിടന്നു മോളെ. അതിൽ നിന്ന് ആദ്യം ഒരു സെൽഫി എടുത്ത് എനിക്ക് തന്നെ നീ അയച്ചു തരണം. ഓ, എന്തായാലും ഞാൻ അയച്ചു തരും. ഫസ്റ്റ് സെൽഫി എനിക്ക് തരണേ മോളെ. ഞാൻ എന്റെ ജോലി ഒന്ന് തീർത്തിട്ട് ചേട്ടൻ എന്തായാലും എത്രയും പെട്ടെന്ന് അയച്ചു തരും. ഞാൻ കാത്തിരിക്കും. പിന്നല്ല, മിസ് ചെയ്യും. ഓക്കെ. ഓക്കെ. ഇല്ല ഞാൻ വിളിക്കാം, ഞാൻ തിരക്കിലാണ്. ഓക്കെ. ഇന്നലെ എത്തിയുള്ളൂ. ആ ഗേറ്റിലേക്ക് പോവാ. ഓക്കെ, ഞാൻ വിളിക്കാം. ഹലോ, എക്സ്ക്യൂസ് മീ. ഗുഡ് ഈവനിങ് സാറേ. ഗുഡ് ഈവനിങ്. ഹൗ ആർ യു? അയ്യോ സാറ് പറയൂ. അയ്യോ പറയുന്നില്ല. ഹൗ ആർ യു? എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെന്ന്? എനിക്ക് ഇപ്പൊ ചെറിയൊരു സുഖം. അല്ല മോളെ, ഞാൻ വന്നതേ ഐ നീഡ് എ റൂം. അയ്യോ, അനിയുടെ റൂം ഇവിടെ അല്ലല്ലോ. അനിയുടെ റൂം അല്ല, ഐ നീഡ് എ റൂം. എനിക്കൊരു റൂം വേണമെന്ന്. അതെന്താ സാറേ, സാറിന് ഇപ്പോ ഇത്രയും വലിയ ആൾക്കാരൊന്നും ഇവിടെ അങ്ങനെ റൂം എടുക്കാറില്ല. അയ്യോ എന്റെ മോളെ, മോൾക്കത് അറിയാൻ വയ്യാഞ്ഞിട്ടാണ്. ഞാനൊരു ബിസിനസ് മാഗ്നറ്റ് ആണ്. അതിനടുത്ത് മാറ്റി വെച്ചേ. അല്ലത് ഇരുമ്പാ, മാഗ്നറ്റിൽ ഒട്ടും. നോട്ടി. ഞാൻ ഈ താഴേക്കിടയിൽ നിന്നാണ് ഞാൻ ഉയർന്നുയർന്ന് ഈ ലെവലിലെത്തിയത്. അതുകൊണ്ട് തന്നെ ഞാൻ എവിടെ പോയാലും ഇതുപോലുള്ള ചെറിയ ലോഡ്ജിലാണ് താമസിക്കുന്നത്. മറ്റു വിഷയങ്ങളൊന്നും പ്രശ്നമല്ല എനിക്ക്. അപ്പൊ എങ്ങനെയാണ് മോളെ ഇവിടുത്തെ റൂമിന്റെ സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ? എന്താണ് റൂമുകളൊന്നും എയർ കഷണ്ടി ഇല്ല. എനിക്കും അങ്ങനെയാണ്. ഞാൻ വിഗ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തേക്കുവാ. ഹെയറിൽ കഷണ്ടി ഇല്ലെന്ന് പറഞ്ഞു. അയ്യോ അങ്ങനെയല്ല, ഇവിടുത്തെ റൂമിൽ നമ്മൾ ഈ തണുപ്പടിക്കൂലേ? യു മീൻ എയർ കണ്ടീഷൻ, എ സി? എനിക്ക് വേണ്ട എ സി. വേണ്ട, ഈ കോട്ടയ്ക്ക് ഉണ്ടെന്നേ ഉള്ളൂ. ഞാൻ അങ്ങനത്തെ ആളല്ല. എ സി വേണ്ട, എനിക്ക് ഫാൻ മതി. ഫാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടേബിളിന്റെ മുകളിൽ വെക്കുന്ന ഫാനാ. അതാണെങ്കിൽ കടകട നടിച്ചോണ്ടിരിക്കും. അത് സാരമില്ലെന്നേ, ഞാൻ എന്നും ഈ കടകട ശബ്ദം കേട്ടിട്ടല്ലേ കിടന്നുറങ്ങുന്നത്. അയ്യോ, വീട്ടിലെ ഫാനും കടകട ശബ്ദമാണോ? വീട്ടിലെ ഫാനല്ല, വീട്ടിലെ ഭാര്യയാണ് കടകട ശബ്ദം. അപ്പോഴും പാട്ടം കറങ്ങി പെട ആ ശബ്ദം കേട്ടിട്ടല്ലേ ഞാൻ ഉറങ്ങുന്നത്. കുഴപ്പമില്ല. വേറൊരു കാര്യം കൂടി ഉണ്ട്. അതായത് ഈ ബെഡിലൊക്കെ മൂട്ട. അയ്യോ, അപ്പൊ ഞാൻ കിടന്ന് എന്റെ ചൂട് കൊണ്ട് ആ മുട്ട വിരിയത്തില്ലേ? അയ്യോ സാർ, മൂട്ടാന്നല്ല പറഞ്ഞത്.
ബെഡിൽ നിറയെ മൂട്ടകൾ. എനിക്കത് മനസ്സിലായി. ഞാനൊരു പ്രാസ കോമഡി അടിച്ച് കേറ്റാൻ നോക്കിയതല്ലേ. സാറിന് എന്റെ ഭർത്താവിന് പരിചയമുണ്ടോ? അതിനാ അങ്ങനെ ചോദിച്ചേ? അല്ല, അങ്ങേരും ഇങ്ങനെയാണ്. ചളി കോമഡി അടിച്ച് പിന്നെ സ്വയം ചിരിക്കും. അവനോട് പറയണ എപ്പോഴും സ്വയം ചിരിക്കരുത്, അത് ആരോഗ്യത്തിന് കേടാണെന്ന് കേട്ടോ. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വേറെ കിടക്കാൻ? കാര്യം കൂടി ഉണ്ടായിരുന്നേ സാർ, എനിക്ക് അറിയാൻ ആഗ്രഹം കൊണ്ടാണ്. പറയ്. സാർ ഈ താഴെക്കടലിലേക്ക് ഇറങ്ങി വന്നതാണല്ലോ. അതെ. അപ്പം എങ്ങനെയാണ് ഈ ലോഡ്ജ് കണ്ടുപിടിച്ചത്? ഈ ലോഡ്ജ് കണ്ടുപിടിച്ചത് ഞാൻ ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്ത് കിഴിഞ്ഞ് നോക്കിയപ്പോഴാണ് ഈ ലോഡ്ജ് കിട്ടിയത്. അയ്യോ, ഗൂഗിളിലൊക്കെ ഈ ലോഡ്ജ് ഉണ്ടോ? പിന്നെ പഴയ ഗൂഗിളിൽ ഈ ലോഡ്ജ് ഇപ്പോഴും കിടപ്പുണ്ട്. അപ്പൊ വലിയ സംഭവമാണിത്. ഓക്കെ, പെട്ടെന്ന് ആയിക്കോട്ടെ. അപ്പൊ സാർ ഒരു കാര്യം ചെയ്യൂ, ആ. ഇതില് പേര് അഡ്രസ് ഒക്കെ എഴുതി തന്നേക്കും. പരശുറാം എന്ന് നേരത്തെയാണല്ലോ. പരശുറാം പോയതല്ല, മുടിയെല്ലാം കൂടെ അണ്ണാക്കിലടിച്ച് ചുമച്ചതായ. ഇത് തുറക്കാറൊന്നുമില്ലല്ലേ? സാറ് തമാശ. ഇത് തുറന്നില്ലല്ലോ, അണ്ണാക്കപ്പോഴും തുറക്കുന്നുണ്ട്. സാറ് പറഞ്ഞു, ഞാൻ എഴുതിക്കോളാം. ഓക്കെ, എഴുതിയെടുത്തോളൂ. ആ,